മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. അടക്കാക്കുണ്ട് സ്വദേശി ഗഫൂറാണ് കൊല്ലപ്പെട്ടത്. രാവിലെയായിരുന്നു ആക്രമണം. പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ സ്ഥലത്തെത്തിയ ഡിഎഫ്ഒയെ തടഞ്ഞു. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. കടുവയെ മയക്കുവെടി വെക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഉന്നത സമിതി ഉടൻ യോഗം ചേരും. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സ്ഥലത്തെത്തും. ഈ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കടുവ സാന്നിധ്യം ഉണ്ടായ സ്ഥലവും നമ്മുടെ ഇവിടെയൊക്കെ കാട്ടിലൂടെ പോകുമ്പോൾ 1, 2, 3 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവിടെ അന്ന് കണ്ട കടുവനാവാൻ സാധ്യതയുണ്ട് ഇവിടെ ഉള്ളതും, അല്ലാന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒന്ന് കൂടുതലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു വീഴ്ച വന്നു എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പൊ മയക്കുവെടി വെക്കാമെന്ന് ഡിഎഫ്ഒ പറഞ്ഞു. ഡിഎഫ്ഒയുടെ പരിമിതി ഒന്നുകൊണ്ട് ചിലപ്പോൾ ഡിഎഫ്ഒ പറഞ്ഞു. പക്ഷെ നമുക്ക് മയക്കുവെടി വെച്ചല്ല, ഇത്തരം മനുഷ്യനെ കൊന്നു തിന്നുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടപടി തന്നെ ഉണ്ടാവേണ്ടത്. അത് ഞാൻ മന്ത്രിയോട് നേരിട്ട് തന്നെ പറയും. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഡോക്ടർ അരുൺ സക്രിയ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? ഇല്ല, അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഡിഎഫ്ഒ പറഞ്ഞത് അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്രട്ടറി നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം, ഈ കടുവയെ വെടിവെക്കാനുള്ള സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗഫൂറിന്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയ പ്രതിഷേധമായിരുന്നു ഈ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്നത്. ഡിഎഫ്ഒയെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നത്. നേരത്തെ പലതവണ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഈ കടുവയെ പിടിക്കാനായി കൂട് വെക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നാട്ടുകാർ. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ആ ഒരു അനാസ്ഥ മൂലമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം, ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണം. ഗഫൂറിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണം എന്നുള്ളതാണ്. കാരണം 3 മക്കളും ഭാര്യയും കിടപ്പ് ഉമ്മയുടെയും കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു ഗഫൂർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗഫൂറിന്റെ വിധവ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ജോലി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യമായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നത്. കാര്യം കേവലം വാക്കാൽ പറഞ്ഞു പോയാൽ പോരാ, അത് കൃത്യമായി എഴുതി ജനങ്ങൾക്ക് മുന്നിൽ പറയണമെന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. തുടർന്ന് AP അനിൽകുമാർ MLA സാന്നിധ്യത്തിൽ DFO ഇക്കാര്യങ്ങളെല്ലാം എഴുതുകയും അതോടൊപ്പം തന്നെ അത് ഉറക്കെ ജനങ്ങൾക്ക് മുന്നിൽ വായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് നാട്ടുകാർ DFOയെ പോകാൻ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറാകുകയും ചെയ്തതെന്നുള്ള. അതിനിടെ അത്രയും സമയം മൃതദേഹം തടഞ്ഞു വെക്കുകയും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ മരിച്ച ഗഫൂറിന്റെ കുടുംബത്തിന് മൊത്തം 10 ലക്ഷം രൂപ വനംവകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് 4 ലക്ഷം രൂപയും ലഭ്യമാക്കും. അതിൽ 5 ലക്ഷം രൂപ നാളെ തന്നെ കുടുംബത്തിന് കൈമാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗഫൂറിന്റെ വിധവയ്ക്ക് താൽക്കാലികമായി വനംവകുപ്പിൽ ജോലി നൽകുകയും ആ ജോലി സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാക്കാം, അത് സർക്കാരിൽ അറിയിക്കാമെന്നുള്ള കാര്യവും കൂടി ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മൃതദേഹം വിട്ടു നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇനി ഈ കടുവയെ പിടിക്കുക അല്ലെങ്കിൽ കടുവയെ വെടിവെക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടം. അതിനേക്ക് വേണ്ടി വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനൊക്കെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഏത് തരത്തിലായിരിക്കും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ഈ മിഷൻ നടപ്പിലാക്കുക? ഈ കടുവ എവിടെയാണ് എന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. കടുവ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കടുവയെ ട്രാക്ക് ചെയ്ത് വെടിവെക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. അത് വിദഗ്ധ സംഘം, അതിൽ വിദഗ്ധരായിട്ടുള്ള സംഘമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെത്തിയതിനു ശേഷം ഈ കടുവയുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി സ്പോട്ട് ചെയ്തതിന് ശേഷം കടുവയെ വെടിവെക്കാനുള്ള മയക്ക് വെടിവെക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും സംഘം എത്തിയതിനു ശേഷമായിരിക്കും അതിലൊരു കൃത്യമായൊരു വ്യക്തത ഉണ്ടാവുക. ശരി ജംഷീർ. മലപ്പുറത്തെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനുള്ള ധനസഹായം ഉടൻ കൈമാറുമെന്ന മന്ത്രി AK ശശീന്ദ്രൻ. സംഭവത്തിൽ CCFനോട് റിപ്പോർട്ട് തേടി. ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികം മാത്രമാണെന്നും മന്ത്രി പ്രതികരിച്ചു. അത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും വലിയ മനപ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും.
അത് സ്വാഭാവികമായ പ്രതികരണമാണ്. അതേ തുടർന്ന് അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ച് MLA ഉൾപ്പെടെ സംസാരിച്ച് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏതാണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും കൊടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്.